സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്ത് എഴുതിയ നോവൽ ഭിക്ഷ, അധ്യായം 47. പ്രായം ചെന്നതിൻ്റെ ക്ഷീണം അച്ഛൻ്റെ ശരീരത്തിനുണ്ട്. അത്യാവശ്യത്തിന് മാത്രമേ അച്ഛൻ ഇപ്പോൾ പുറത്തിറങ്ങാറുള്ളൂ. അമ്മയും വാർദ്ധക്യത്തിലായി. തല മുഴുവൻ പഞ്ഞി പോലെ നരച്ചു കഴിഞ്ഞു. സഹോദരങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. ഒരു ഇടത്തരം കുടുംബത്തിലെ പയ്യനാണ് അനുജത്തിയെ വിവാഹം കഴിച്ചത്. സഹോദരന്റെ ഭാര്യ ഉദ്യോഗസ്ഥ. തന്റെ ചെറിയ വീട്ടിലിരുന്നപ്പോൾ കമല തന്റെ ബാല്യകാലം ഓർമ്മിച്ചു പോയി. ബാല്യകാല സ്മരണകളിൽ ആദ്യം എത്തുന്നത് അമ്മമ്മയുടെ മുഖമാണ്. അമ്മമ്മയും മരിച്ചിട്ട് വർഷം 7-8 കഴിഞ്ഞു. ഗായത്രിയും ലക്ഷ്മിയും അപ്പൂപ്പനോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേക്കുംകാട് മഠത്തിലെ സുഖസൗകര്യങ്ങളൊന്നും തന്റെ ഈ ചെറിയ വീട്ടിലില്ല. എങ്കിലും കുട്ടികൾക്ക് ഇവിടം വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, അമ്മയുടെ ഈ ചെറിയ വീടിനോട് അവർക്ക് പുച്ഛമൊന്നുമില്ല. പണവും സുഖസൗകര്യവും സൗഭാഗ്യവും എല്ലാം ദൈവം തരുന്ന ദാനമാണെന്നും അതിൽ അഹങ്കരിക്കുന്നത് പാപമാണെന്നും അവരിൽ ബുദ്ധി ഉറയ്ക്കാൻ തുടങ്ങിയ കാലം മുതൽ താൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. നാളെയാണ് സീമന്തിനിയുടെ മകന്റെ ഉപനയനം. അച്ഛനെ ക്ഷണിക്കാനായി രവീന്ദ്രൻ തന്നെ വന്നിരുന്നുവത്രേ. സീമന്തിനിയും രവീന്ദ്രനുമാണ് നാഗമഠത്തിൽ താമസിക്കുന്നതെന്ന് ഇപ്പോൾ ഇവിടെ തന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. പഴകിപ്പോയ ഒരു രഹസ്യമായതുകൊണ്ട് അതിനിപ്പോൾ ആരും പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാറില്ല. പുതിയ ഡ്രൈവർക്ക് സീമന്തിനിയുടെ കഥകളൊന്നും അറിയില്ല. അതുകൊണ്ട് ഭർത്താവിനെ വിവരമറിയിക്കുമെന്നുള്ള ഭയവും വേണ്ട. ഒരു ചേച്ചിയുടെ വീട്ടിൽ പോകുന്നെന്നാണ് കുട്ടികളോട് പറഞ്ഞത്. സൂര്യോദയത്തിനു മുൻപ് തന്നെ അച്ഛനുമൊത്ത് സീമന്തിനിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീതി കുറഞ്ഞ ചെങ്കൽ പാതയുടെ ഓരത്ത് കാർ നിർത്തി വലതുവശത്തുള്ള ഒറ്റയടി പാതയിലൂടെ കുറച്ചു നടന്നാലേ സീമന്തിനിയുടെ വീട്ടിലെത്താൻ പറ്റൂ. യുഗങ്ങൾ കഴിഞ്ഞാലും ഈ പ്രദേശത്തിന് മാത്രം ഒരിക്കലും മാറ്റമുണ്ടാവില്ലെന്ന് കമല ഓർത്തു. ഭൂമിയിൽ നിന്ന് വേറിട്ട് കിടക്കുന്ന ഒരു ഗ്രഹം പോലെയാണിവിടം. അകലെ പാത അവസാനിക്കുന്നിടത്ത് നാഗമഠം കാണാം. പൂമുഖത്ത് മെലിഞ്ഞു വിളറിയ ഒരു പെൺകുട്ടി നിൽക്കുന്നു. തങ്ങളെ കണ്ടയുടനെ അവൾ അകത്തേക്കോടി. ഉപനയനത്തിന് വേണ്ട ഹോമദ്രവ്യങ്ങൾ ഒരുക്കുകയായിരുന്നു രവീന്ദ്രൻ. കമലയെയും മറ്റും കണ്ടയുടനെ അയാൾ ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. സന്തോഷം സന്തോഷം, എല്ലാവരും എത്തിയോ? കമല അയാളെ നോക്കി ചിരിച്ചു. തലയിൽ നര പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കണ്ണിൽ പതിഞ്ഞു. പഴയ ചുറുചുറുക്ക് ഇപ്പോഴും മുഖത്ത് കാണാം. ഉപനയനത്തിൽ പങ്കെടുക്കാൻ ബന്ധുക്കളായി ആരും കാണില്ലേ എന്ന് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു ഞങ്ങൾ. ഇവിടെ മറ്റാരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല, അയാൾ പറഞ്ഞു. കമല ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ നിന്ന് പുറത്തോട്ടുള്ള വാതിലിലൂടെ നോക്കി. സീമന്തിനി മുറ്റത്തിരുന്ന് പൂജാപാത്രങ്ങൾ തേച്ചു മിനുക്കുകയാണ്. കമല വിളിച്ചു, സീമന്തിനി. അവൾ തല ഉയർത്തി നോക്കി. കമലയെ കണ്ടതും എൻ്റെ ഏട്ടത്തിയമ്മ എന്നുച്ചരിച്ചുകൊണ്ട് കൈ രണ്ടും വെള്ളത്തിൽ മുക്കി കഴുകി അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കണ്ണുകളിലെ ജലധാര കമലയുടെ ചുമലുകളെ നനച്ചു. കമല ഗദ്ഗദത്തോടെ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ, നിന്നെ ഞാൻ നല്ലതുപോലെ ഒന്ന് കാണട്ടെ. സീമന്തിനി കണ്ണുകൾ തുടച്ച് കമലയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. നീണ്ട 14 സംവത്സരങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. അവളുടെ ശരീരം ശോഷിച്ചിട്ടുണ്ട്. എങ്കിലും മുഖത്തെ ഐശ്വര്യത്തിന് മാറ്റു കുറഞ്ഞിട്ടില്ല. പക്ഷേ കണ്ണുകളിൽ എവിടെയോ വിഷാദം തങ്ങി നിൽക്കുന്നത് പോലെ. വീണ്ടും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്നും സങ്കടപ്പെടാറുണ്ട്, ഏട്ടത്തിയമ്മയ്ക്കും എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ എന്ന്. എൻ്റെ കുട്ടി, 14 വർഷം കൊണ്ട് മാറ്റമുണ്ടാക്കാത്ത ഒരേ ഒരു വസ്തു നിന്നോടുള്ള സ്നേഹം മാത്രമാണ്. നിന്റെ ഈ ഏട്ടത്തിയമ്മയുടെ ഹൃദയത്തിനുള്ളിൽ നിന്നോടുള്ള സ്നേഹം പഴയതുപോലെ തന്നെയുണ്ട്. പിന്നിൽ 3 കുട്ടികൾ വന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് അവർ കണ്ടില്ല. ഒരു നാടകം കാണുന്നത് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവർ. അമ്മേ, സീമന്തിനിയുടെ മകൻ വിളിച്ചു. രണ്ടുപേരും കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ നോക്കി. കമല അവനെ നോക്കി പറഞ്ഞു, അല്ല വേണുമോനോ, നീ രവീന്ദ്രനേക്കാൾ വലുതായല്ലോ മോനെ. നിനക്ക് 1 വയസ്സുള്ളപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. എത്രയിലാണ് നീ പഠിക്കുന്നത്? 10ലായിരുന്നു. ജയിച്ചു, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അവൻ പറഞ്ഞു. അയ്യോ, ഇതാരപ്പാ? എൻ്റെ പൊന്നുമക്കൾ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ തങ്കക്കുട്ടികൾ. സീമന്തിനി ഓടിച്ചെന്ന് ഗായത്രിയെയും ലക്ഷ്മിയെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. സ്വന്തം അപ്പച്ചിയാണിതെന്ന് കുട്ടികൾക്കറിയില്ല. അവർ ഉടനെ അതറിയണ്ടെന്ന് കമലയ്ക്ക് തോന്നി. സൗകര്യം പോലെ സാവധാനം പറയാം. കമല ധൃതിയിൽ അവരോട് പറഞ്ഞു, മക്കളെ, ഇതാണ് ദുർഗ,
ദുർഗേച്ചി. സീമന്തിനി അവരുടെ തലയും കവിളും മെല്ലെ തടവിക്കൊണ്ട് ആത്മഗതമെന്നോണം പറഞ്ഞു. എന്തു ഭംഗിയായിരിക്കുന്നു, അമ്മയെപ്പോലെ ഭംഗിയുള്ള മക്കൾ. കമല പരിചയപ്പെടുത്തി. ഇവൾ ഗായത്രി, ഇവൾ ലക്ഷ്മി. കുട്ടികൾ മുൻവശത്ത് പോയപ്പോൾ കമല അവളോട് രഹസ്യമായി പറഞ്ഞു. സ്നേഹിതയുടെ മോൻ്റെ ഉപനയനത്തിന് പോകുമെന്നാണ് ഞാൻ നിന്റെ ഏട്ടനോടും കുട്ടികളോടും പറഞ്ഞത്. സദാനന്ദേട്ടന് എന്നോടുള്ള വെറുപ്പ് ഇത്ര കാലമായിട്ട് മാറിയില്ലേ? കമല അതിനു മറുപടി പറഞ്ഞില്ല. അവൾ ചോദിച്ചു, നിന്റെ മകളെ ഞാൻ കണ്ടില്ലല്ലോ സീമന്തിനി. എവിടെ അവൾ? രവീന്ദ്രേട്ടൻ്റെ അടുത്തുണ്ടാകും. അച്ഛൻ്റെ അടുത്ത് നിന്നും മാറില്ല അവൾ. സീമന്തിനി മുൻവശത്ത് ചെന്ന് മകളെ വിളിച്ചുകൊണ്ടുവന്നു. ഏതാണ്ട് ഗായത്രിയുടെ തന്നെ പ്രായം വരും, പക്ഷേ മെലിഞ്ഞു വിളറിയിരിക്കുന്നു. സീമന്തിനിയുടെ ഛായ ഉണ്ടെങ്കിലും രക്തം വാർന്നു പോയതുപോലെയുള്ള നിറം. ഇതാണ് മോൾ, സീമന്തിനി പറഞ്ഞു. കമല അവളെ പൊക്കിയെടുത്ത് ഉമ്മ വെച്ചു. തീരെ ഭാരമില്ലാത്ത ശരീരം, ഒരു ഓണത്തുമ്പി. കമല അവളെ ചേർത്ത് പിടിച്ച് അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു, എന്താ മോളുടെ പേര്? പാർവതി. അവൾ പറഞ്ഞു. നിന്റെ അമ്മയുടെ പേര് അല്ലേ സീമന്തിനി? കുട്ടി ഓടിച്ചെന്ന് വീണ്ടും രവീന്ദ്രന്റെ അടുത്തിരുന്നു. സീമന്തിനി പറഞ്ഞു, അവളുടെ അസുഖ വിവരം ഞാൻ ഒരിക്കൽ എഴുതിയിരുന്നില്ലേ? എന്ത് ചെയ്യാനാ ഏട്ടത്തിയമ്മേ, ഹൃദയത്തിന് എന്തോ തകരാറുണ്ട്. എന്നും അസുഖമാണവൾക്ക്. കുറച്ചുനാൾ കൂടി കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്താമെന്ന് പറയുന്നു. ജനിച്ചപ്പോൾ മുതൽ മരുന്നിൽ തന്നെയാണവൾ. കൂടെ കൂടെ തിരുവനന്തപുരം വരെ പോകണം ചെക്കപ്പിന്. രവീന്ദ്രന് ജോലിയുണ്ടല്ലോ. സർക്കാർ ജോലിയൊന്നും പിന്നെ കിട്ടിയില്ല. പട്ടണത്തിലെ ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, ശമ്പളം കുറവാണ്. പിന്നെ അമ്പലത്തിലെ പൂജയുണ്ട്. എവിടെയൊക്കെയോ 2-3 കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടി ബുദ്ധിമുട്ടില്ലാതെ കഴിയാനുള്ള പണം കിട്ടുന്നു. പക്ഷേ ഈ ഒരു പെണ്ണിൻ്റെ മരുന്നിനാണ് അതിൻ്റെ 3/4 ഭാഗവും ചെലവാകുന്നത്. എനിക്കും ഈയിടെയായി എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടാകുന്നു. എന്തോ ഒരു ഭാഗ്യക്കേടുണ്ട് ഞങ്ങൾക്ക്. ഒരു ശാപം പോലെ. സുഖമായി ജീവിക്കാനേ പറ്റില്ല ഏട്ടത്തിയമ്മേ. രവീന്ദ്രൻ്റെ രീതികൾ, അതുമാത്രമേയുള്ളൂ എൻ്റെ ഭാഗ്യമായിട്ട്. രവീന്ദ്രേട്ടൻ്റെ സ്നേഹം മാത്രം, അത് കേട്ടാൽ മതി എനിക്ക്. പണത്തിന് മുട്ടുണ്ടാവുമ്പോൾ രവീന്ദ്രേട്ടനും വിഷമിക്കാറുണ്ട്. ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. ഉള്ള ആഭരണങ്ങളെല്ലാം പണയത്തിലാണ്. അപ്പോഴൊക്കെ ദേഷ്യം കൊണ്ട് ഞാൻ പറയും, ഏട്ടത്തിയമ്മേ, നമുക്ക് തേക്കങ്കാട് മഠത്തിൽ പോകാം. കേസ് പറഞ്ഞ് എൻ്റെ ഓഹരി വാങ്ങാമെന്ന്. സമ്പത്തുണ്ടായിട്ടും ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതെന്തിനാ എന്ന്. അപ്പോഴൊക്കെ രവീന്ദ്രേട്ടൻ പറയും, സ്വത്ത് മോഹിച്ചിട്ടല്ലല്ലോ ഞാൻ നിന്നെ ഏറ്റെടുത്തത്. എന്തൊക്കെ വന്നാലും സ്വത്തിനു വേണ്ടി ഏട്ടന്മാർക്കെതിരായി കേസ് പറയാനൊന്നും പോവത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വലിയേട്ടൻ്റെ പേർക്ക് ഒരു കത്തയച്ചാലോ എന്ന് ഈയിടെ ആലോചിച്ചു. കുറേ പണം അയച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട്. രവീന്ദ്രേട്ടൻ്റെ സമ്മതം കൂടാതെ എഴുതാൻ എനിക്ക് തോന്നുകയുമില്ല. കമലയുടെ മനസ്സ് അസ്വസ്ഥമാവുകയായിരുന്നു. അവൾ പറഞ്ഞു, ഓഹരിയൊന്നും ആവശ്യപ്പെടേണ്ട കുട്ടി. അതൊന്നും നിനക്ക് കിട്ടാൻ പോണില്ല. വഞ്ചനയിലൂടെ അതെല്ലാം അവർ കൈക്കലാക്കി വീതിച്ചെടുത്തിട്ടുണ്ട്. ചെറിയമ്മ പോലും ഇക്കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ചതിച്ചതാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. പക്ഷേ കേസ് നടത്താൻ പണമുണ്ടോ നിങ്ങൾക്ക്? അവരൊക്കെ പണം കൊണ്ട് ജയിക്കും കുട്ടി. സീമന്തിനിയുടെ മുഖത്ത് വിഷാദം കാർമേഘം പോലെ പരന്നു. അവൾ ദുഃഖത്തോടെ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മയുടെ സ്വത്തിൻ്റെ ഒരു ചെറിയ വീതമെങ്കിലും എനിക്ക് കിട്ടുമെന്നും എൻ്റെ മക്കൾക്കെങ്കിലും അതനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്നും ഞാൻ ആശിക്കാറുണ്ടായിരുന്നു. കമല പറഞ്ഞു, എന്ത് ചെയ്യാനാണ് കുട്ടി? അവരുടെയൊക്കെ മനസ്സ് കരിങ്കല്ലിനേക്കാൾ ഉറപ്പുള്ളതാണ്. നീ സങ്കടപ്പെടാതെ. നിന്റെ മകൻ മിടുക്കനല്ലേ? അവനൊരു നല്ല ഭാവി ദൈവം തരും. അവനിൽ നിന്ന് നിങ്ങൾക്ക് സുഖം കിട്ടും. സീമന്തിനിയുടെ കണ്ണുകൾ ഈറനായി. അവൾ ചിലമ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു, അവനെ എങ്ങനെ പഠിപ്പിക്കും ഏട്ടത്തിയമ്മേ? കോളേജാണെങ്കിൽ അവിടെ അടുത്തെങ്ങുമില്ല. ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനുള്ള ശേഷിയില്ല. ഞാൻ ഏട്ടത്തിയമ്മയോട് പറയാത്തതാണ്. രവീന്ദ്രേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനി പൂട്ടാൻ പോകുന്നുവത്രേ. പിന്നെ ഈ പെണ്ണിൻ്റെ ചികിത്സയും ചെലവും ഒക്കെ ആവുമ്പോൾ എനിക്കറിയില്ല അവനെ എങ്ങനെ കോളേജിൽ വിടുമെന്ന്. അവനാണെങ്കിൽ ഒടുങ്ങാത്ത ആശയാണ് കോളേജിൽ ചേരാൻ. അത് പറ്റില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ വല്ലാത്ത നിരാശയിലാണ് എൻ്റെ കുട്ടി. കഴിഞ്ഞയാഴ്ച സർട്ടിഫിക്കറ്റ് ബുക്ക് കിട്ടി. നല്ല മാർക്കുണ്ട്. ഉപനയന മുഹൂർത്തം അടുക്കുന്നതുവരെ ജോലി ചെയ്യുന്നതിനിടയിൽ അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. വളരെ ലളിതമായിരുന്നു ചടങ്ങ്.
കമല ചിന്തിച്ചു. തേക്കുംകാട് മഠത്തിൽ ഒരു ചെറിയ വിശേഷം പോലും നടത്തുന്നത് എത്ര ആർഭാടത്തോടെയാണ്. രവീന്ദ്രൻ തന്നെയാണ് ഉപനയന കർമ്മം നിർവഹിച്ചത്. ബ്രഹ്മോപദേശം കഴിഞ്ഞപ്പോൾ കുട്ടി ഭിക്ഷാപാത്രവുമായി എല്ലാവരുടെയും മുന്നിൽ വന്നു. കാവിമുണ്ട് ചുറ്റിയ ബ്രഹ്മചാരി കമലയുടെ മുന്നിലെത്തി ഭിക്ഷാപാത്രം നീട്ടി. ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി. ഭിക്ഷ യാചിക്കുന്ന സുമുഖനായ ബ്രഹ്മചാരിയെ കമല വാത്സല്യത്തോടെ നോക്കി. നോക്കി നോക്കി നിൽക്കെ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സീമന്തിനിയെ കാത്തു നിന്നിരുന്ന രവീന്ദ്രന്റെ പഴയ രൂപം ഓർമ്മ വന്നു. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് ഭിക്ഷാപാത്രം നീട്ടി. ഭവതി ഭിക്ഷാം ദേഹി. കമല പുഞ്ചിരിച്ചുകൊണ്ട് വേഗം ബാഗ് തുറന്ന് 2 കൊച്ചു പൊതികൾ കയ്യിലെടുത്തു. ആദ്യം ചെറിയമ്മ ഏൽപ്പിച്ച മോതിരം ഭിക്ഷാപാത്രത്തിൽ ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ അമ്മമ്മ തന്നയച്ച ഭിക്ഷയാണ്. സീമന്തിനി അടുത്തു തന്നെ ഉണ്ടായിരുന്നു. കമല വേറൊരു പുതിയ മോതിരം എടുത്ത് ഭിക്ഷാപാത്രത്തിൽ ഇടാൻ തുടങ്ങിയപ്പോൾ കമലയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, തരുന്ന ഭിക്ഷ ഏതായാലും ബ്രഹ്മചാരി സ്വീകരിക്കണമെന്നറിയാം. എങ്കിലും ഏട്ടത്തിയമ്മേ, അവന് കൊടുക്കേണ്ട ഭിക്ഷ സ്വർണമല്ല. ഏട്ടത്തിയമ്മയ്ക്കാവുമെങ്കിൽ എൻ്റെ മകന് വേണ്ടി ഞാൻ യാചിക്കുന്നു. അവന് ഭിക്ഷയായിട്ട് വിദ്യാഭ്യാസം കൊടുക്കൂ. ഏട്ടത്തിയമ്മ വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. ഒക്കുമെങ്കിൽ അവന് ആ ഭിക്ഷ കൊടുക്കൂ. വിദ്യ എന്ന ഭിക്ഷ. വേണു, നീ അത് ചോദിക്കൂ മോനെ അമ്മായിയോട്. അവളുടെ ശബ്ദമിടറി. അവൻ ചിരിച്ചുകൊണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു, എനിക്ക് വിദ്യ ഭിക്ഷ തരൂ അമ്മായി. കമലയുടെ മനസ്സ് ആകുലമായി. ഈശ്വര, മുന്നിൽ ഭിക്ഷ യോജിച്ചു നിൽക്കുന്ന ബ്രഹ്മചാരിക്ക് അവൻ ആവശ്യപ്പെടുന്ന ഭിക്ഷ തൻ്റെ കഴിവിനുള്ളതാണെങ്കിൽ താൻ കൊടുക്കേണ്ടതല്ലേ? വിദ്യയാണ് ഭിക്ഷയായി ചോദിച്ചിരിക്കുന്നത്. തൻ്റെ ഭർത്താവിന് അതിനുള്ള കഴിവുള്ള സ്ഥിതിക്ക് ഈ കുട്ടിക്ക് അവകാശപ്പെട്ട ധനം കൂടി തൻ്റെ മക്കൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അവൻ യാചിക്കുന്ന ഈ ഭിക്ഷ എങ്ങനെ കൊടുക്കാതിരിക്കും? താൻ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ നേർക്ക് ഭിക്ഷാപാത്രം നീട്ടിക്കൊണ്ട് നിൽക്കുന്ന വേണുവിൻ്റെ മുഖത്ത് അവൾ നോക്കി. അവന് പിന്നിൽ നിസ്സഹായതയുടെ കരിനിഴൽ പടർന്ന രവീന്ദ്രന്റെ മുഖം. മകന് വേണ്ടി ഭിക്ഷ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സീമന്തിനിയുടെ കണ്ണീർ കയങ്ങൾ. അവരുടെ നേർക്ക് തൻ്റെ ഭർതൃഗ്രഹം ചൊരിഞ്ഞ കൊടും വഞ്ചന മനസ്സിന്റെ പശ്ചാത്തലത്തിൽ കമല പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അവളുടെ കണ്ണുകൾ അനിയന്ത്രിതമായി ഒഴുകിക്കൊണ്ടിരുന്നു. ഭിക്ഷാപാത്രം പിടിച്ചു നിൽക്കുന്ന ബ്രഹ്മചാരിയുടെ കൈകൾ തൻ്റെ കൈകൾക്കുള്ളിലാക്കി അവൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു, നിനക്ക് ഞാൻ ചോദിച്ച ഭിക്ഷ വാഗ്ദാനം ചെയ്യുന്നു മോനെ. സീമന്തിനിയുടെ വിറയാർന്ന ദീർഘനിശ്വാസം കമല കേട്ടു. അധ്യായം 48. ഉപനയന സദ്യ കഴിഞ്ഞു. കമല അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമ്പോഴെല്ലാം അച്ഛൻ്റെ ഉപദേശമാണ് തനിക്ക് ശക്തി തരുന്നത്. അവൾ പറഞ്ഞു, അച്ഛാ, സീമന്തിനിയുടെ മകനെ ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ്. അവിടെ ടൗണിലെ കോളേജിൽ ചേർക്കും. അച്ഛൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. സ്വന്തം തല തടവിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ ആലോചിച്ചാണോ ആ തീരുമാനമെടുത്തത്? സദാനന്ദനോട് ഒരു വാക്കുപോലും ചോദിക്കാതെ? ചോദിച്ചാൽ അദ്ദേഹം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛന്? ഒരിക്കലും സമ്മതിക്കില്ല. ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാമെന്ന് കരുതിയാൽ കുറഞ്ഞത് 5 വർഷത്തേക്കെങ്കിലും മാസം തോറും പണം അയച്ചു കൊടുക്കണ്ടേ? എന്തിനാണ്, ഏതിനാണ് എന്ന് ചോദിക്കാതെ തരില്ല. അതുകൊണ്ട് അക്കാര്യവും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം ബോംബെയിൽ പോയിരിക്കുകയാണ്. 2-3 ആഴ്ച കഴിഞ്ഞേ മടങ്ങൂ. കുട്ടിക്ക് കോളേജിൽ അപേക്ഷ അയക്കേണ്ട സമയമാണ്. അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഞാൻ അവനെ ചേർക്കും. സദാനന്ദൻ ചോദിച്ചാൽ കുട്ടി ഏതെന്ന് പറയും നീ? ഞാൻ സത്യം പറയും. വഴക്കോ പിണക്കമോ എന്തൊക്കെയോ നടക്കും, തീർച്ച. അതിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ. ഈ ശരീരത്തിനുള്ളിൽ ഒരു മനസാക്ഷി കിടപ്പില്ലേ അച്ഛാ? അതിനെ എങ്കിലും വഞ്ചിക്കരുതല്ലോ. അച്ഛൻ ഇങ്ങോട്ട് നോക്കൂ. എൻ്റെ ഗായത്രിയും ലക്ഷ്മിയും ഉടുത്തിരിക്കുന്ന വസ്ത്രം കണ്ടോ? എന്താണ് അവയുടെ വിലയെന്നറിയുമോ? പണം ഒഴുക്കുകയാണ് അദ്ദേഹം. എൻ്റെ മക്കൾക്കുള്ളതുപോലെയുള്ള അവകാശം അവനും അവിടെ ഇല്ലായിരുന്നോ? സദാനന്ദനെ നേരിടാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ അത് ചെയ്യ്. പക്ഷേ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കണം. ഏതെതിർപ്പും ധൈര്യമായി നേരിടണം. നിനക്കത് പറ്റുമോ? എല്ലാം ആലോചിച്ചതിനു ശേഷം തന്നെയാണ് ഞാൻ ഇത് തീരുമാനിച്ചത്. പിന്നീട് അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ അച്ഛനെ നോക്കി സ്വരം താഴ്ത്തി പറഞ്ഞു, 2 മക്കളായി എനിക്ക് എന്തായാലും ഇനി എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടച്ഛാ. അച്ഛൻ ചിരിച്ചു. എന്നാൽ നിന്റെ ബുദ്ധിയിൽ തോന്നുന്നത് പോലെ നീ ചെയ്യ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയല്ലേ
അവർക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിന്നോടിത് ചോദിക്കുമായിരുന്നോ? തീർച്ചയായും ഇല്ല. നിസ്സഹായതയിൽ നിന്നാണ് യാചനയുണ്ടാവുന്നത്. നീ ചെയ്യാൻ പോകുന്നത് നീതി മാത്രമാണ്. ഒന്നാലോചിച്ചാൽ നിങ്ങൾ അവർക്കൊരു സഹായം ചെയ്യുകയാണെന്നല്ലേ കരുതേണ്ടത്? നിങ്ങൾ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ നീ അത് തീർച്ചയായും ചെയ്യണം. പിന്നെ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യവുമല്ലല്ലോ. രവീന്ദ്രൻ സീമന്തിനിയോട് എന്തോ സംസാരിക്കുകയാണ്. കമല അവരുടെ അടുത്ത് ചെന്ന് നിന്നു. അവൾ പറഞ്ഞു, വേണുവിന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്ക്. അവനോട് ഒരുങ്ങാൻ പറ. ഞാൻ അവനെ കൊണ്ടുപോകുന്നു. അവനെ രവീന്ദ്രൻ പഠിച്ച കോളേജിൽ ചേർക്കാം. ഇന്ന് തന്നെ ഞങ്ങൾക്ക് പോകണം. സീമന്തിന് നാളെ വൈകുന്നതിനകം അങ്ങെത്തണം. ചെറിയമ്മ കാത്തിരിക്കും. കുട്ടികൾക്ക് സ്കൂളിലും പോകണമല്ലോ. രവീന്ദ്രൻ അത്ഭുതത്തോടെ കമലയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ വിശ്വാസം വരാത്ത മുഖഭാവത്തോടെ ചോദിച്ചു, ഏട്ടത്തിയമ്മ വേണുവിനെ കൊണ്ടുപോകുന്നെന്നോ? സദാനന്ദേട്ടനോട്? ഏട്ടൻ അറിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഏയ്, അത് നടക്കുന്ന കാര്യമല്ല ഏട്ടത്തിയമ്മേ. സീമന്തിനിയും അമ്പരപ്പോടെ പറഞ്ഞു. ഏട്ടത്തിയമ്മയോട് ദേഷ്യപ്പെടില്ലേ സദാനന്ദേട്ടൻ? പണ്ടേ മുൻകോപിയാണ്. കമല പറഞ്ഞു. കുട്ടിയുടെ വിദ്യാഭ്യാസം നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. മാസം തോറും ധനസഹായം ഇങ്ങോട്ടെത്തിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഇതാകുമ്പോൾ ഞങ്ങളുടെ കൂടെയല്ലേ. എങ്ങനെയെങ്കിലും ഞാനത് നടത്തിക്കൊണ്ടു പോകും. പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സീമന്തിനി. നിന്റെ ഏട്ടന് മനസ്സല്ലേ ഇല്ലാതുള്ളൂ? സീമന്തിനി പറഞ്ഞു. ഇതിന്റെ പേരിൽ ഏട്ടത്തിയമ്മ എന്തെല്ലാം സഹിക്കേണ്ടി വരുമെന്നറിയില്ല. അത് ഓർക്കുമ്പോൾ പേടിയാവുന്നു. എന്തെങ്കിലും നേടിയെടുക്കാൻ ചിലപ്പോൾ ഏതെങ്കിലും സാഹസം പ്രവർത്തിക്കേണ്ടി വരും. പിന്മാറിയാൽ ഒന്നും നേടാനാവില്ല. അന്ന് ധൈര്യമായി നിന്നെ രവീന്ദ്രനോടൊപ്പം പറഞ്ഞയച്ചതുകൊണ്ടല്ലേ നിനക്കൊരു കുടുംബജീവിതം കിട്ടിയത്. പണത്തിന് അല്പം ഞെരുക്കമുണ്ടെന്നല്ലേ ഉള്ളൂ. നല്ല മക്കൾ, നല്ല ഭർത്താവ് എല്ലാം കിട്ടിയില്ലേ? അന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിൽ നീ ഇന്ന് ഏട്ടന്മാരുടെ അടുക്കളയിൽ, വീടുകളിലെ അടുക്കളയിൽ രാമദാസന്റെ വിധവയായി നിൽക്കുമായിരുന്നു. ഒരു വേലക്കാരിയെപ്പോലെ അല്ലേ? അതെ ഏട്ടത്തിയമ്മേ, അതെ. അങ്ങനെയൊരു ഗതി എനിക്ക് ഓർക്കാൻ കൂടി നിവർത്തിയില്ല. അപ്പോൾ ഇനി താമസിക്കണ്ട. കുട്ടിയോട് ഒരുങ്ങാൻ പറ. ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലെത്തണം. നാളെ വെളുപ്പിന് ഞങ്ങൾ തേക്കുംകാടിലേക്ക് പുറപ്പെടും. സീമന്തിനി ഒരു ചെറിയ ബാഗിൽ മകന്റെ ഉടുപ്പും മറ്റും എടുത്തു വെച്ചു. രവീന്ദ്രൻ മകനെ ദൂരെ വിളിച്ചുകൊണ്ടുപോയി എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കണ്ടു. സീമന്തിനി കമലയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏട്ടത്തിയമ്മയുടെ കൂടെ എൻ്റെ മോനെ വിടാൻ ഒട്ടും മനസ്സുകേടോ ഭയമോ ഇല്ല. സന്തോഷമേയുള്ളൂ എനിക്ക്. എങ്കിലും വല്ലപ്പോഴും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവനെ കൊണ്ട് എനിക്ക് കത്തെഴുതിക്കണം. അവൻ എൻ്റെ പ്രാണനാണ്, ഞങ്ങളുടെ ജീവൻ. അവന് പഠിക്കാൻ വലിയ കൊതിയാണ്. അതുകൊണ്ടാണ്. സീമന്തിനിക്ക് തുടരാനായില്ല. കമല അവളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. പരിചയമില്ലാത്തവരോടൊപ്പം ഇറങ്ങിപ്പോകുന്നതിന്റെ വിഷമമൊന്നും കുട്ടിയുടെ മുഖത്ത് കണ്ടില്ല. പെട്ടി കയ്യിലെടുത്ത് അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞപ്പോൾ മാത്രം അവന്റെ കണ്ണുകൾ ചുവന്നു. കമല സീമന്തിനിയോട് രഹസ്യമായി പറഞ്ഞു, അവൻ എന്നോടൊപ്പം വരാൻ വൈമനസ്യമോ ഇഷ്ടക്കേടോ പരിചയക്കുറവോ ഒന്നും കാണിക്കുന്നില്ലല്ലോ. എനിക്ക് അതിശയം തോന്നുന്നു. സീമന്തിനി പറഞ്ഞു. അതെങ്ങനെ ഏട്ടത്തിയമ്മേ? അവൻ ജനിച്ചതിന് ശേഷം ഇന്നുവരെ കമലേട്ടത്തിയമ്മയുടെ നാമം ഞാൻ ഉച്ചരിക്കാതിരുന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ കാര്യം പറയാതിരുന്നിട്ടില്ല. കാണാറില്ലെങ്കിലും നിത്യപരിചയമായി കഴിഞ്ഞു അവന് നിങ്ങളെയൊക്കെ. രവീന്ദ്രൻ പതിയെ കമലയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. ഏട്ടത്തിയമ്മേ, ഇവിടെ അടുത്തെങ്ങാനും കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഇവിടെ വിട്ടേനെ. പക്ഷേ ഇവിടെ അടുത്തെങ്ങുമില്ലല്ലോ. അവിടെയാണ് ഞാൻ കുഴങ്ങിയത്. ഒരു ചെറിയ പുഞ്ചിരിയോടെ അയാൾ തുടർന്നു. ഏട്ടത്തിയമ്മേ, അവനോട് പഴയ കഥയെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവന് പ്രായത്തിൽ കവിഞ്ഞ പാകതയും വിവരവും ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട്. കാണാതെ തന്നെ തേക്കുംകാട് മഠം അവന് നല്ല പരിചയമായിട്ടുണ്ട്. സീമന്തിനിയുടെ സകല ബന്ധുക്കളുടെയും പേരുവരെ അവൻ അറിയാം. സംസാരത്തിന് ഒട്ടും ഇടവേള നൽകാതെ അയാൾ തുടർന്നു. ഏട്ടത്തിയമ്മേ, ഒരു കാര്യം പറയട്ടെ. സദാനന്ദേട്ടൻ അങ്ങേയറ്റം എതിർപ്പ് കാണിക്കുകയാണെങ്കിൽ കുട്ടിയെ തിരിച്ചുവിടുന്നതിന് ഒട്ടും വിഷമിക്കണ്ട. ഞങ്ങൾക്കൊരു പ്രയാസവും തോന്നില്ല. എന്നെങ്കിലും പ്രൈവറ്റായി പഠിച്ചെഴുതട്ടെ എന്ന് ഞാൻ കരുതും. അവന് കോളേജിൽ ചേർന്ന് തന്നെ പഠിക്കണമെന്ന് വലിയ ആശയാണെന്ന് പറയും. അതുകൊണ്ടാണ്. സ്വന്തം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ അയാൾക്ക് മുഴുമിക്കാനായില്ല. ഉള്ളിൽ എന്തൊക്കെയോ വീണുടയുന്നത് പോലെ അയാളുടെ മുഖത്ത് വല്ലാത്ത മ്ലാനത പരന്നു.
കമല പറഞ്ഞു. സാരമില്ല, അവന് വരാൻ അവകാശമുള്ളിടത്താണ് അവൻ വരുന്നത്. ആരുടെയും സൗജന്യം പിടിച്ചു പറ്റാനല്ല, സഹായം തേടാനുമല്ല. അവൻ അവകാശപ്പെട്ടത് അവന് കിട്ടണം, വിദ്യാഭ്യാസമായിട്ടെങ്കിലും. സീമന്തിനിയും രവീന്ദ്രനും മകളും കാറ് കിടക്കുന്ന ചെങ്കൽപാത വരെ അവരെ അനുഗമിച്ചു. മകന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് സീമന്തിനി പറഞ്ഞു. അമ്മായിയെയും അമ്മാവനെയും അനുസരിക്കണം. ഒരിക്കലും അനുസരണക്കേട് മാത്രം എൻ്റെ മകൻ കാണിക്കരുത്. അവൻ സമ്മതഭാവത്തിൽ അവളെ നോക്കി തലകുലുക്കി. നിന്റെ അമ്മമ്മയെ ഞങ്ങളുടെ നമസ്കാരം അറിയിക്കണം. പിന്നെ കോളേജില് ചീത്ത കൂട്ടുകെട്ടിനൊന്നും പോകരുത്. ഇല്ല, മാസത്തിൽ ഒരു കത്തെങ്കിലും അയക്കാം. എല്ലാവരും യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാറിൽ വെച്ച് ഗായത്രി അമ്മയോട് പറഞ്ഞു. അമ്മ അത് ദുർഗേച്ചിയാണെന്ന് പറഞ്ഞിട്ട് സീമന്തിനി എന്ന് വിളിച്ചതെന്തിന്? കമല ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പറഞ്ഞു. അത് നിന്റെ അപ്പച്ചിയാണ് മോളെ, ചെറിയ മുത്തശ്ശിയുടെ മകൾ. ഞാൻ ദുർഗ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ അപ്പച്ചിയുടെ വീട്ടിലാണ് പോയതെന്നും അച്ഛൻ വന്നാലുടൻ മോൾ പറയരുത്. അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടും. ഇല്ല, ഞാൻ പറയില്ല. ലക്ഷ്മിയോടും പറയണ്ട, അവൾ കൊച്ചല്ലേ, ചിലപ്പോൾ വിളിച്ചു പറയും. വേണുവേട്ടൻ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുകയാണല്ലേ? ആ ഏട്ടന് പേപ്പർ കൊണ്ട് ലൈറ്റ് ഹൗസും അണക്കെട്ടും ഒക്കെ ഉണ്ടാക്കാൻ അറിയാമത്രേ. എല്ലാം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കമല ചിരിച്ചു. ഓ, എപ്പോൾ പറഞ്ഞു വെച്ചു നിങ്ങൾ ഇതൊക്കെ? ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത്. അച്ഛനോട് മോള് ഇക്കാര്യങ്ങളൊന്നും വന്നാലുടനെ ചെന്ന് പറയല്ലേ. ഇല്ല. വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്നും തേക്കുംകാട് മഠത്തിലേക്ക് പുറപ്പെട്ടു. യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് കമലയുടെ അച്ഛൻ പറഞ്ഞു. സദാനന്ദനെ കാര്യം പറഞ്ഞു മനസ്സിലാക്ക്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും പറഞ്ഞു മനസ്സിലാക്ക്. ആ കുട്ടിയെ കുറഞ്ഞത് BA വരെയെങ്കിലും പഠിപ്പിക്ക്. നല്ല കുട്ടിയാണവൻ, മിടുക്കൻ. വാർദ്ധക്യത്തിന്റെ വിറയാർന്ന കൈത്തലം കൊണ്ട് കമലയുടെ തല കഴുകവേ അദ്ദേഹം വാത്സല്യത്തോടെ പറഞ്ഞു. ഇത് ഈശ്വരൻ നിന്നെ ഏൽപ്പിച്ച നിയോഗമായിരിക്കും. ആ നിയോഗം ഏറ്റെടുത്ത് കഴിവതും ഭംഗിയായി നിർവഹിക്കുക. സന്ധ്യയാകുന്നതിനു മുൻപ് തന്നെ കാർ തേക്കുംകാട് മഠത്തിന് മുന്നിലെത്തി. കാറിൽ നിന്നിറങ്ങിയ കുട്ടികൾ രണ്ടുപേരും മുകളിലേക്ക് ഓടി. വലിയേട്ടന്റെ മുറി ഇപ്പോൾ അവരുടെ പഠനം മുറി ആക്കിയിരിക്കുകയാണ്. ശബ്ദം കേട്ട് ചെറിയമ്മ തളത്തിൽ വന്നു. എത്തിയോ നിങ്ങള്? ഞാൻ കാപ്പിയും പലഹാരവും ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു. എവിടെ കുട്ടികൾ? അവർ മുകളിൽ പോയി. ഇതേതാ ഈ കുട്ടി? വേണുവിനെ നോക്കി അവർ ചോദിച്ചു. കമല ചിരിച്ചു. ഇതാരെന്നോ മനസ്സിലായില്ല അല്ലേ? മോന് മനസ്സിലായോ ഇതാരെന്ന്? ചെറിയമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ വേണുവിനോട് ചോദിച്ചു. വേണു പറഞ്ഞു. എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മമ്മ. എങ്ങനെ മനസ്സിലാക്കി നീ? അമ്മയെപ്പോലെ ഇരിക്കുകയാണല്ലോ. ചെറിയമ്മയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ആരാ കമലേ ഇത്? സീമന്തിനിയുടെ മകനാണോ? അവൾ ഊവെന്ന് തലകുലുക്കി. വേണു അമ്മൂമ്മയുടെ പാദം തൊട്ട് നമസ്കരിച്ചു. എൻ്റെ കുട്ടി, എൻ്റെ മോനെ, ഞാൻ ഒന്ന് കാണട്ടെ നിന്നെ നല്ലതുപോലെ. ഈശ്വരാ, ഈ നിമിഷം എൻ്റെ ജന്മം സഫലമായെന്ന് തോന്നുന്നല്ലോ എനിക്ക്. ചെറിയമ്മ ഇരു കൈപ്പത്തികൾ കൊണ്ട് വേണുവിൻ്റെ മുഖം താങ്ങിപ്പിടിച്ച് അവനെ ആർത്തിയോടെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അധ്യായം 49. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നിയോഗം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നിർവഹിച്ചേ പറ്റൂ. അദ്ദേഹം എതിർക്കും, സംശയമില്ല. മുൻകോപിയാണ്. കോപം വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രവർത്തിക്കുകയെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയം കാണില്ല. പക്ഷേ കുറെ കഴിയുമ്പോൾ ആ കോപം തണുക്കും. ആ ഒരു ധൈര്യമുണ്ട് തനിക്ക്. എങ്കിലും ആദ്യം ഈ സംഗതി എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അദ്ദേഹത്തെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഓർക്കുമ്പോഴേ ശരീരം തളരാൻ തുടങ്ങുന്നു. ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ തുടങ്ങുമ്പോഴേ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതാണ് പതിവ്. തുടർന്നുള്ളത് ഒന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാവുകയില്ല. കമലയുടെ മനസ്സ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞു. വേണുവിനെ ഡ്രൈവറുടെ കൂടെ പട്ടണത്തിലെ കോളേജിൽ പറഞ്ഞയച്ച് അപേക്ഷാ ഫോറം വാങ്ങിപ്പിച്ചു. ഒട്ടും താമസിപ്പിക്കാതെ അത് പൂരിപ്പിച്ച് അയക്കുകയും ചെയ്തു. ചെറിയമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു കുട്ടികൾ. അല്പം മാറിയിരുന്ന് ഏതോ മാസിക വായിക്കുകയാണ് വേണു. അവൻ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് അവനുണ്ടെന്ന് കമല മനസ്സിലാക്കി. രവീന്ദ്രൻ പറഞ്ഞതുപോലെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വിനയവും ഒക്കെയുണ്ട് അവന്. ഏത് കാര്യവും പറയുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം സ്ഥായിയായ ഒരു പുഞ്ചിരി അവൻ്റെ മുഖത്തുണ്ട്. ഉടുപ്പുകൾ തേച്ചുകൊണ്ട് നിന്ന കമലയുടെ ചെവികളിൽ ഗായത്രിയുടെ സംസാരം പതിഞ്ഞു.
അവൾ ചെറിയമ്മയോട് ചോദിക്കുന്നത് കേട്ടു. ചെറിയ മുത്തശ്ശിക്ക് വേണുവേട്ടനോടാണോ സ്നേഹം, ഞങ്ങളോടാണോ? മുത്തശ്ശിക്ക് എല്ലാവരും ഒരുപോലാ. എല്ലാവരോടും ഒരേ അളവിലാ സ്നേഹം. ഞാൻ വിചാരിച്ചു വേണുവേട്ടനെ കിട്ടിയപ്പോൾ എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ എന്ന്. ചെറിയമ്മ അവളെ ചേർത്ത് പിടിച്ച് ലാളിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഗായത്രി മോൾ എനിക്ക് വിഷ്ണു തന്ന വരമാണ്, അറിയോ? നീ കഴിഞ്ഞേയുള്ളൂ മറ്റാരും. ഉറക്കറയിൽ ഫോൺ ബെൽ ശബ്ദിക്കുന്നത് കേട്ട് കമല അങ്ങോട്ട് ചെന്നു. തിരിച്ചു വന്നപ്പോൾ ചെറിയമ്മ ചോദിച്ചു, ആരാണ് വിളിച്ചത് ഫോണില്? ഗായത്രിയുടെ അച്ഛൻ. ബോംബെയിൽ നിന്നാണ്. നാട്ടിൽ നിന്നും വന്നോ? കുട്ടികളെ സ്കൂളിൽ അയച്ചു തുടങ്ങിയോ എന്നൊക്കെ അന്വേഷിക്കാൻ. അടുത്തയാഴ്ച തന്നെ മടങ്ങുന്നുണ്ടെന്നും പറഞ്ഞു. കുട്ടികൾ അടുത്തു നിന്നും മാറിയപ്പോൾ ചെറിയമ്മ പറഞ്ഞു, ഭയം തോന്നുന്നുണ്ട് കമലെ. എനിക്ക് വേണുവിനെ കാണുമ്പോൾ. എന്തായിരിക്കും സദാനന്ദന്റെ ഭാവം? കമല അതിന് മറുപടി പറഞ്ഞില്ല. മനസ്സ് ചിന്തയിലായിരുന്നു. അച്ഛനമ്മമാരെ വേർപിരിഞ്ഞു വന്നതിന്റെ അസ്വാസ്ഥ്യം വേണുവിന്റെ മുഖത്ത് പ്രകടമായി കണ്ടില്ല. എങ്കിലും ഉള്ളിൽ വിങ്ങലുണ്ടോ എന്ന് കമലയ്ക്ക് തോന്നി. പഠിക്കാനുള്ള ആർത്തി കൊണ്ട് കുട്ടി എല്ലാം അടക്കുകയായിരിക്കും. പകൽ സമയത്ത് ഒറ്റയ്ക്ക് പടിഞ്ഞാറേ വളപ്പിലെ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ നടക്കുകയോ അടഞ്ഞുകിടക്കുന്ന ചാവടിയുടെ വരാന്തയിലിരുന്ന് എന്തെങ്കിലും വായിക്കുകയോ ചെയ്യുന്നത് കാണാം. ഇന്നത്തെ ഫ്ലൈറ്റിന് എത്തുന്നുണ്ടെന്നും വിമാനത്താവളത്തിലേക്ക് കാർ അയക്കണമെന്നും സദാനന്ദൻ ഫോണിലൂടെ അറിയിച്ചു. കുട്ടികളെ സ്കൂളിൽ അയച്ച് കമലയും ചെറിയമ്മയും ചേർന്ന് ഉച്ചയൂണ് തയ്യാറാക്കി. കമലയുടെ മനസ്സിൽ ഭയത്തിന്റെ നാമ്പുകൾ പൊട്ടിമുളച്ചു. ഭർത്താവിനെയും കൊണ്ട് കാർ മുറ്റത്ത് വന്ന് നിന്നപ്പോഴേക്കും ഭയം ശരീരമാസകലം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. 3 ആഴ്ച കാണാതിരുന്നാൽ, 3 നൂറ്റാണ്ടുകൾ കാണാതിരുന്നാൽ എന്ന പോലെയുള്ള ആവേശമാണ് അദ്ദേഹത്തിന്. കുറേ നേരത്തേക്ക് അടുത്ത് നിന്ന് മാറാൻ പോലും സമ്മതിക്കില്ല. കരവലയത്തിനുള്ളിലാക്കി കുസൃതി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴെല്ലാം കമലയുടെ മനസ്സ് നിറയെ വേവലാതിയായിരുന്നു. സീമന്തിനിയുടെ മകന്റെ കാര്യം പറയുമ്പോൾ ഈ സ്നേഹം രോഷമായി മാറുമല്ലോ എന്നോർത്ത് അവൾ വിഷമിച്ചു. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഭർത്താവ് കട്ടിലിൽ കിടന്ന് വിശ്രമിക്കവേ കമല കട്ടിലിന്റെ ഓരത്ത് ചെന്നിരുന്നു. അവൾ തുടക്കമിട്ടു. ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. പറയാനല്ല, ആവശ്യപ്പെടാൻ പോവുകയാണ്. എനിക്കത് സാധിച്ചു തരണം. ദേഷ്യപ്പെടുകയും അരുത്. തുടങ്ങിയല്ലോ മുഖവുര. എന്താണ് വേണ്ടതെന്ന് പറ നീ. എന്താണെങ്കിലും സാധിച്ചു തരാം, പോരെ? ഞാൻ നാട്ടിൽ നിന്നും എൻ്റെ ഒരു ബന്ധുവിൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. അവൻ 10ാം ക്ലാസ് ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ബഹുമിടുക്കൻ. പക്ഷേ കോളേജിൽ ചേർന്ന് പഠിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അവിടെ എടുത്തൊന്നും കോളേജുമില്ല. നല്ല അനുസരണയും വിനയവുമുള്ള കുട്ടി. നമുക്കിവിടെ അത്യാവശ്യത്തിന് കടയിൽ പോകാനോ ടൗൺ വരെ പോകാനോ ഒന്നും ആരുമില്ലല്ലോ. എപ്പോഴും ഡ്രൈവർ വരുന്നത് വരെ കാത്തിരിക്കണം. കുട്ടികൾക്ക് ഒരു പെൻസിൽ വേണമെങ്കിൽ പോലും വാങ്ങിച്ചു കൊണ്ടുവരാൻ ആരുമില്ല. അവനെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ അവൻ്റെ അച്ഛനമ്മമാർക്ക് വലിയ ആഗ്രഹം. മിടുക്കനായതുകൊണ്ട് അവനെ ഇവിടെ നിർത്തി പഠിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കാതെയാണല്ലോ ഇത്രയും ചെയ്തതെന്ന ഭയമുണ്ട് എനിക്ക്. നീ ബുദ്ധിമതിയാണ് കമലേ. പക്ഷേ ചിലപ്പോൾ മണ്ടത്തരം കാണിക്കുമെന്ന് മാത്രം. നമുക്ക് 2 പെൺമക്കളാണെന്നറിയില്ലേ? ഒരു ആൺകുട്ടിയെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അവൻ വലുതായി വരികയല്ലേ? ഗായത്രിയും ലക്ഷ്മിയും വളർന്നു വരികയല്ലേ? നീ എന്താ അതൊന്നും ആലോചിക്കാതിരുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനും ചെറിയമ്മയും ഇല്ലേ വീട്ടില്. അങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് തുടങ്ങിയാൽ ആ നിമിഷം പറഞ്ഞു വിടാം ഞാൻ അവനെ. പഠിപ്പിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഒരു കുട്ടിയെ സഹായിക്കാൻ നിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. മാത്രമല്ല, അവൻ വീട്ടിൽ സഹായമായിരിക്കും എന്ന് പറയുന്ന സ്ഥിതിക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അവൾ അയാളുടെ കൈപ്പത്തി സ്വന്തം കൈകൾക്കുള്ളിലാക്കി ചോദിച്ചു. അവനെ പഠിപ്പിക്കാമെന്ന് എനിക്ക് വാക്കു തന്നല്ലോ. ഇനി വാക്കു മാറരുത്. മറ്റന്നാൾ അവന് കോളേജിൽ ചേരേണ്ട ദിവസമാണ്. ചേരട്ടെ. എവിടെ അവൻ? അപ്പുറത്ത് കാണും. പിന്നെ വിളിക്കാം. ഭർത്താവിൻ്റെ കൈപ്പത്തി തഴുകിക്കൊണ്ട് അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു സത്യം കൂടി ഞാൻ പറയാം. കാലാഹരണപ്പെട്ടുപോയ ഒരു വെറുപ്പ് മനസ്സിൽ വെച്ച് നിങ്ങൾ കോപിക്കരുത്. ഉപനയനത്തിന് പോയപ്പോൾ ഞാൻ സീമന്തിനിയെ കാണാനിടയായി. ഈ കുട്ടി മറ്റാരുമല്ല, നമ്മുടെ സീമന്തിനിയുടെ മകനാണ്. പറഞ്ഞു നിർത്തുന്നതിനകം സദാനന്ദൻ ചാടി എഴുന്നേറ്റതും അയാളുടെ വലത്തെ കൈത്തലം കമലയുടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. എഴുന്നേറ്റ് പോ എൻ്റെ കൺവെട്ടത്ത് നിന്ന്. എനിക്ക് കാണണ്ട നിന്നെ.
നിമിഷങ്ങളോളം കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ അവൾക്ക് തോന്നി. കവിൾ തടവിക്കൊണ്ട് അവൾ കണ്ണുകൾ അടച്ചിരുന്നു. അയാൾ കോപം കൊണ്ട് കലി തുള്ളുകയായിരുന്നു. ഇത്രയും നാൾ വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭർത്താവ് അവളുടെ ശരീരം ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. അയാൾ പല്ലുകൾ ഞെരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. കവിളിലെ വേദനയുടെ കാഠിന്യം കുറഞ്ഞപ്പോൾ അയാളുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ പതിഞ്ഞു. നിന്റെ ആഭരണം വരെ മോഷ്ടിച്ചു കൊണ്ടുപോയവളല്ലേ അവൾ. പിഴച്ച് പ്രസവിച്ച സന്തതിയെ അല്ലേ നീ കൊണ്ടുവന്നിരിക്കുന്നത്? അവൾ ശബ്ദത്തിലെ ശാന്തത വെടിയാതെ തന്നെ പറഞ്ഞു. നെക്ലേസ് അവൾ മോഷ്ടിച്ചതല്ല, ഞാൻ അവൾക്ക് ഇടാൻ കൊടുത്തതാണ്. പിഴച്ച് പ്രസവിച്ചതല്ല അവൾ. രവീന്ദ്രൻ അവളെ വിവാഹം കഴിച്ചതാണ്. വിധിപ്രകാരം തന്നെ രവീന്ദ്രൻ താഴ്ന്ന ജാതിക്കാരനല്ലല്ലോ, ബ്രാഹ്മണൻ തന്നെയല്ലേ? അയാൾ ഗർജിച്ചു. ഒളിച്ചോടിപ്പോയവളല്ലേ അവൾ. ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരിവാരി തേച്ചില്ലേ? വിധിപ്രകാരം വിവാഹം കഴിച്ചു പോലും. ഇന്നവൾ രാമദാസന്റെ വിധവയായി നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ തൃപ്തിയാകുമായിരുന്നു അല്ലേ? എവിടെയോ നിന്ന് പുതിയ ആവേശവും ധൈര്യവും അവൾക്ക് കിട്ടി. അവൾ തുടർന്നു. നിങ്ങളോട് സ്വത്തോ ഓഹരിയോ ഒന്നും അവൾ ആവശ്യപ്പെട്ടിട്ടില്ല. രവീന്ദ്രൻ ദരിദ്രനാണെങ്കിലും പണത്തിനോട് ആർത്തിയില്ല. മകന് കോളേജ് വിദ്യാഭ്യാസം കൊടുത്താൽ കൊള്ളാമെന്ന് മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങൾ പറയൂ, അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ചെറിയമ്മയെ ചതിച്ച് സ്വത്ത് കൈവശമാക്കിയവർക്കൊക്കെ അവരോട് കടപ്പാടുണ്ട്. വഞ്ചനയുടെ ഒരു വീതം നമുക്കും കിട്ടിയില്ലേ? എനിക്ക് കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുട്ടിയെ പഠിപ്പിക്കാമെന്നേറ്റ് വിളിച്ചുകൊണ്ടുവന്നത്. ഇവിടെ അത് പറ്റില്ല. നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ്. വാക്ക് തെറ്റിക്കാതിരിക്കാൻ ഞാൻ ഹരിശ്ചന്ദ്രനൊന്നുമല്ല. നീ പോ അപ്പുറത്ത്. നിന്നെ എനിക്ക് കാണണ്ട. നിന്റെ സംസാരം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടേണ്ട. പക്ഷേ പറയണമെന്ന് തോന്നുന്നത് ഞാൻ പറയും. നിങ്ങളോടല്ലാതെ മറ്റാരോട് പറയാൻ? നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് പണം വാരി ചെലവാക്കുന്നു? ഏതെല്ലാം കാര്യത്തിന് സംഭാവന നൽകുന്നു? ക്ഷേത്രത്തിൽ രഥോത്സവം നടത്താനും സ്വർണ്ണധ്വജം പണിയാനും നിങ്ങൾ ചെലവാക്കുന്ന പണത്തിന് കണക്കുണ്ടോ? അതിൻ്റെ ഒരംശം മതിയല്ലോ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ. ദാഹിക്കുന്നവനാണ് ജലം കൊടുക്കേണ്ടത്, ഉറങ്ങിക്കിടക്കുന്നവനല്ല. നിർത്ത് നിന്റെ വേദാന്തം. എൻ്റെ കൈ തരിക്കുന്നുണ്ട്. അടിച്ചോളൂ. ഒരു കവിളിൽ അടിച്ചല്ലോ, മറ്റേ കവിളിലും അടിച്ചോളൂ. കമലയെ തല്ലാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടല്ലോ. എത്ര തല്ല് വേണമെങ്കിലും ഞാൻ കൊള്ളാം. പക്ഷേ ഇക്കാര്യം സമ്മതിച്ചേ പറ്റൂ. അയാൾ ദേഷ്യത്തോടെ മുറിയിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അവൾ തുടർന്നു. ഒരു കുട്ടിയുടെ കണ്ണ് തെളിച്ചു കൊടുത്തെന്ന് കരുതി നമുക്ക് ദോഷമൊന്നും വരില്ല. അവൻ രക്ഷപ്പെട്ടാൽ അവളുടെ കുടുംബം രക്ഷപ്പെടും. നിങ്ങളുടെ അച്ഛൻ്റെ തന്നെ മകളല്ലേ അവൾ, മറ്റാരുമല്ലല്ലോ. അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മുഖത്ത് ക്രോധം തീക്കനൽ പോലെ ജ്വലിച്ചു കിടന്നു. കമല പറഞ്ഞു. നമ്മളൊക്കെ വയസ്സായി വരികയാണ്. ഈ സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും നമ്മളാരും എങ്ങും കൊണ്ടുപോവുകയില്ല. ചെറിയമ്മയോടും ആ കുട്ടിയോടും നിങ്ങൾ മൂവരും വല്ലാത്ത ക്രൂരത കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും നമ്മൾ ഇത് ചെയ്യണം. അതിൻ്റെ ഗുണം നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. അയാൾ മറുപടി പറയാതെ കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു. അവൾ മൗനിയായി കാത്തിരുന്നു. നിശബ്ദതയുടെ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. കമല ഭർത്താവിന്റെ മുഖത്ത് നോക്കി. പതിവ് പോലെ അയാളുടെ മുഖത്ത് ജ്വലിച്ചു നിന്നിരുന്ന തീക്കനലുകൾ സാവധാനം കെട്ടടങ്ങുന്നത് കമല കണ്ടു. പക്ഷെ തോൽക്കാൻ അയാൾക്ക് മനസ്സില്ലായിരുന്നു. അയാൾ രോഷത്തോടെ പറഞ്ഞു. ഈ വീട്ടിൽ നിർത്തുന്നത് എനിക്കിഷ്ടമല്ല. അമ്മയും ചെറുമകനും കൂടി ചാവടിയിൽ നിൽക്കട്ടെ. കമല പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ചാവടിയിലോ ചായ്പിലോ ഉരൽപ്പുരയിലോ എവിടെ വേണമെങ്കിലും കഴിഞ്ഞോളും ആ പാവം കുട്ടിയും ചെറിയമ്മയും. അവന് വിശപ്പകറ്റാൻ ആഹാരവും ഉടുക്കാൻ വിലകുറഞ്ഞ വസ്ത്രവും പുസ്തകങ്ങളും ഫീസും മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതൊരു സൽക്കർമ്മമാണെന്ന് കരുതിയാൽ മതി. അയാൾ പാദങ്ങൾ വിറപ്പിച്ച് നിശബ്ദനായി കണ്ണുകൾ അടച്ചിരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ കമല തുടർന്നു. പിന്നെ നമുക്ക് 2 പെൺമക്കളാണ് ഉള്ളതെന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. അന്യഗ്രഹത്തിൽ പോയി പൊറുക്കേണ്ടവർ. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെക്കാൾ സമ്പത്തുള്ളവരെ കൊണ്ട് അവരെ വിവാഹം കഴിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അവരെ പോലെ തേക്കുംകാട് മഠത്തിൽ വമ്പിച്ച സ്വത്തിന്റെ അവകാശിയായി ജനിച്ചവളല്ലേ സീമന്തിനിയും. എന്നിട്ട് എന്തൊക്കെയാണ് അവളുടെ നേർക്ക് നിങ്ങൾ ഏട്ടന്മാർ കാട്ടിക്കൂട്ടിയത്? നമ്മുടെ ഗായത്രിയെ ഒരു നിമിഷം ആ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. അവൾക്കാണ് ഇങ്ങനെയൊരു ഗതി വന്നതെങ്കിലോ? മറുപടി ഉണ്ടായില്ല. മുഖം ശാന്തമാവുന്നത് അവൾ ശ്രദ്ധിച്ചു. നിങ്ങളുടെ മകളെ ഒരു മന്ദബുദ്ധിയെ കൊണ്ട് കെട്ടിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അത് ചിന്തിക്കാൻ പോലും നിങ്ങളുടെ മനസ്സിന് കെൽപ്പ് കാണില്ലെന്ന് എനിക്കറിയാം. അതേ വികാരമായിരുന്നു അന്ന് ചെറിയമ്മയ്ക്കും.
അവർക്ക് ഭ്രാന്ത് പിടിച്ചതിൽ അത്ഭുതമുണ്ടോ? നിങ്ങൾ എന്തേ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ ഭർത്താവെങ്കിലും അവരോട് നീതി കാട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനൊക്കെ പ്രായശ്ചിത്തമായി ചെറിയമ്മയെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കരുതുന്നതും അവരെ സംരക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് വേണുവിൻ്റെ വിദ്യാഭ്യാസം ഞാൻ ഏറ്റെടുത്തതും. പത്തി താഴ്ത്തിയ പാമ്പിനെപ്പോലെ അയാൾ നിശബ്ദനായി കസേരയിൽ ചാരിക്കിടന്നു. കമല അടുക്കളയിൽ ചെന്ന് ചായ തയ്യാറാക്കി കൊണ്ടുവന്നു. ചായ കുടിക്കൂ. ഇടത്തെ കൈവിരലുകൾ അയാളുടെ തലമുടിയിലൂടെ ഓടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയാൾ കണ്ണു തുറന്നു. ചായക്കപ്പ് വാങ്ങവേ അയാൾ ചോദിച്ചു, ഏതു കോളേജിലാണ് ചേർക്കാൻ പോകുന്നത്? ടൗണിൽ. നിങ്ങളൊക്കെ പഠിച്ച കോളേജിൽ തന്നെ. അവളുടെ മനസ്സ് സന്തോഷത്തിന്റെ പുളകമണിഞ്ഞു. അയാൾ തലയുയർത്തി നോക്കി. അവളുടെ കവിളിൽ വിരലുകളുടെ പാട് നീലയും ചുവപ്പും കലർന്ന് കിടക്കുന്നത് കണ്ടു. അയാൾ എഴുന്നേറ്റ് അവളുടെ കവിൾത്തടം തടവിക്കൊണ്ട് വിഷമത്തോടെ പറഞ്ഞു, പോട്ടെ, എനിക്ക് വിഷമമുണ്ട് നിന്നെ നോവിച്ചതിൽ. അത് സാരമില്ല. നീ എന്നെ എപ്പോഴും തോൽപ്പിക്കുന്നു. അയാൾ അവളെ പുണർന്നുകൊണ്ട് പറഞ്ഞു. കമല ദീർഘമായി നിശ്വസിച്ചു. അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ പരമരഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സത്യം ഓർമ്മിച്ചു. തനിക്കറിയാം, കമല സദാനന്ദന്റെ ഒരു ദൗർബല്യമാണ്. മനസ്സ് നിറയെ സ്വാർത്ഥതയുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ സ്നേഹം ഭർത്താവിന് തന്നോടുണ്ട്. ഈ ഒരു വിശ്വാസമാണ് തൻ്റെ ധൈര്യം, തൻ്റെ ശക്തി. അടുത്ത ഭാഗം നാളെ.